അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം ചണ്ടമുറിയൻ അഥവാ ബനാന തോഷിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബനാന തോഷി തയ്യാറാക്കുന്നതിന് വേണ്ടി 2-3 നന്നായി പഴുത്ത ഏത്തപ്പഴം എടുക്കാം. അതൊന്ന് തൊലി കളഞ്ഞ് ഒരു ഏത്തപ്പഴം 4-5 കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ആവശ്യത്തിനനുസരിച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയുടെ കൂടെ ചെറുതായി നുറുക്കിയ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിന് നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ നന്നായി വറുത്ത് കഴിയുമ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് ഒരു 4-5 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏലക്ക ഒന്ന് മൂത്ത മണം വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ചെണ്ടയുടെ ഷേപ്പിൽ നമ്മൾ നുറുക്കിയെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ചെണ്ടമുറിയൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ നെയ്യിലിട്ട് ഏത്തപ്പഴം ഒന്ന് 2 സൈഡും മൊരിഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. 2 സൈഡും ഏകദേശം മൊരിഞ്ഞു വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് തേങ്ങയുടെ 2ാം പാൽ എടുക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനിയോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാനിവിടെ 2 കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഉരുക്കി പാനിയാക്കിയതാണ്. അത് ഞാൻ ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ കൂട്ടിൽ ഏത്തപ്പഴം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന ശർക്കരയുടെ മധുരമൊക്കെ ഏത്തപ്പഴത്തിലേക്ക് നന്നായി പിടിച്ചു വരണം. നിങ്ങൾക്ക് തിക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വറ്റിച്ചെടുത്താൽ മതി. ഏത്തപ്പഴം വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ കുറയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങയുടെ 1ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് 1ാം പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബനാന തോഷി അഥവാ നേന്ത്രപ്പഴം ചണ്ടമുറിയൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.